പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി. പിന്നെ അദ്ദേഹത്തിന് ശേഷം പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. അങ്ങനെ അവരുടെ അടുത്ത് തെളിവുകളും കൊണ്ട് അവർ ചെന്നു. എന്നാൽ മുമ്പ് ഏതൊന്ന് അവർ നിഷേധിച്ച് തള്ളിയോ അതിൽ അവർ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടായിരുന്നില്ല. അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം നാം മുദ്ര വെക്കുന്നു. അപ്പോൾ നബിക്ക് ശേഷം അള്ളാഹു പല ദൂതന്മാരെയും അയച്ചു. പല തെളിവുകളും അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പ്രവാചകനാണ് എന്നും ഒക്കെ തെളിവുകൾ ആ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തു. ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൂസാ നബിക്ക് കൊടുത്തമായി വടി പാമ്പാക്കുക അങ്ങനെ തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ, അതിൽ വ്യത്യസ്തമായ പല ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവർക്ക് കാട്ടിക്കൊടുത്തു. തോമസ് ലീഹയുടെ ഒരു കഥയുണ്ട്, ഒരു സിനിമ. അത് മൂസാ നബിയുടെ ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. ആ തോമസ് ലീഹയുടെ യഥാർത്ഥ പേര് നമ്മുടെ ഖാസിം ഉസ്താദ് പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. തിമോത്തി അങ്ങനത്തെ ഒരു പേര് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തെ ആക്രമിക്കാൻ കുറച്ച് ആൾക്കാരെന്ത് ചെയ്തു വന്നു, സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മന്ത്രം ചൊല്ലി അവർ കൽപ്രതിമ പോലെയായി. പിന്നീട് അവരെ പഴയ രൂപത്തിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ, മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പഴയ രൂപത്തിലാക്കി കൊടുത്തു. ഇത് വലിയ ദൃഷ്ടാന്തമാണല്ലോ. ഈസാ നബിയുടെ ശിഷ്യനാണ്. ശിഷ്യന് ലഭിച്ച ദൃഷ്ടാന്തമാണ് ഒരാളെ കൽപ്രതിമയാക്കുക, മാറ്റാണ്. അപ്പോൾ മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ വീണ്ടും പഴയ രൂപത്തിലേക്ക് ആക്കുക. അങ്ങനെ അവർ ആ തോമസ് ലീഹയിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ പല ദൃഷ്ടാന്തങ്ങളും. ഗുഹാവാസികളുടെ കഥയുണ്ട്, അതിലൊരു ദൃഷ്ടാന്തമാണല്ലോ. പല ദൃഷ്ടാന്തങ്ങളും നബിയുടെ കഥയിൽ ഉണ്ട് ദൃഷ്ടാന്തങ്ങൾ. ചില ഒരു പ്രവാചകന്റെ അള്ളാഹുവിൻ്റെ ആളുകളാണെന്നുള്ള തെളിവ് ഒക്കെ അവരിൽ കാണുന്നുണ്ട്. ഇതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും വിശ്വസിച്ചില്ല, ഒക്കെ തള്ളിക്കളഞ്ഞു. അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം മുദ്ര കുത്തുന്നു. അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ. അവർ വിശ്വസിക്കാൻ പറ്റില്ല, മനസ്സിലായി. വിശ്വസിക്കാൻ സ്വർഗത്തിലേക്ക് വരും, അത് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും, അവരിൽ ഒരിക്കലും അവർ സന്മാർഗത്തിലേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം അവരിൽ മുദ്ര കുത്തും. അപ്പോൾ അബൂ സുഫിയാനിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ ഒരുപാട് ദ്രോഹം ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അയാൾ അവസാന നാളിൽ മുസ്ലിമായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ പ്രവാചകന്റെ മക്കളെ വധിച്ചു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ ഒരിക്കലും സ്വർഗത്തിൽ വരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പ്രവാചകൻ എന്തായാലും സ്വർഗത്തിൽ ഉറപ്പാണ് അല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി ഹൗദുൽ കൗസർ കിട്ടുക. അപ്പം അങ്ങനെയുള്ള പ്രവാചകൻ അവിടെ അബൂ സുഫിയാനെ കാണുമ്പോൾ അല്ലെങ്കിൽ മുആവിയെ കാണുമ്പോൾ പ്രവാചകന്റെ മനസ്സിലൊരു വിഷമമുണ്ടാവും. എൻ്റെ പൊന്നവൻ്റെ മക്കളെ കൊന്ന വ്യക്തിയാണ് ഇവൻ എന്നൊരു ഇത് വരികയും ആ സ്വർഗത്തിൻ്റെ ആസ്വാദനം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മനസ്സിലെ വിദ്വേഷങ്ങളും വൈര്യങ്ങളും എല്ലാം നീക്കി കളയുമ്പോൾ ശരി തന്നെയാണ്. എന്നിരുന്നാലും അവരൊരു മനസ്സിലെ പ്രവാചകൻ ചെറിയൊരു വിഷമം വരികയും ഒക്കെ ചെയ്യും. അപ്പം ഒരു വിഷമവും ഒരു സ്വർഗാവകാശിക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പം എന്ത് വേണം, മുആവിയ നരകത്തിൽ പ്രവേശിക്കണം. മുആവിയ നരകത്തിൽ പ്രവേശിക്കുന്നതിന് അബൂ സുഫിയാനും നരകത്തിന് ശിക്ഷ ലഭിക്കും. മനസ്സിലല്ലേ? അപ്പം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇവരൊരിക്കലും സ്വർഗത്തിലേക്ക് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, പ്രവാചകൻ എക്കാലവും തള്ളിപ്പറയും. ഇപ്പം CGP പാർട്ടി സമരത്തിൽ വിജയിച്ചു അല്ലേ? ഇന്നലെ വൈകുന്നേരം മറ്റോ ഒരു സമരത്തിൽ പരിപൂർണമായിട്ടും വിജയിച്ചു. കാരണം അയാൾ രാജിവെച്ചു. ധർമ്മേന്ദ്ര എന്നുള്ള വ്യക്തി രാജിവെച്ചു. അതാണ് അവരുടെ ആവശ്യം, അത് നിറവേറി. അപ്പം എന്നിട്ടും ശപിക്കപ്പെട്ട മോദി എന്തായിട്ടില്ല, അയാൾ നിലപാട് നന്നാക്കാനോ തുനിഞ്ഞിട്ടില്ല. എന്നിട്ടും അയാൾ ഒരു ലൈവ് വീഡിയോ, തട്ടിക്കൂട്ട് ലൈവ് വീഡിയോയിൽ വന്നു
അതിൽ അയാൾ പരിഹാസ്യനായി. ഏതായാലും മോദിക്കൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്. ഏതായാലും മോദിയും അവൻ്റെ പാർട്ടിയും നശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രക്കും ദ്രോഹം നമ്മളെ ഭാരത ജനതയ്ക്ക് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപം നടത്തിയവനാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അംബാനിക്കും അദാനിക്കും തീറെഴുതി കൊടുക്കുന്നവനാണ്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കളജനങ്ങളെ വഞ്ചിച്ചവനാണ്. സ്വന്തം മാതാവിനെ മാതാവല്ല എന്ന് പറഞ്ഞിട്ട് അല്ല മാതാവില്ല ഭാര്യ ഉണ്ടായിട്ട് ഭാര്യ ഇല്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റേ എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഹിന്ദുവിനും മുസ്ലിമും തമ്മിൽ തെറ്റിച്ച് ഇവിടെ പിന്നെ വർഗീയ ധ്രുവീ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്നവനാണ്. വില കൂടിയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നവൻ. അങ്ങനെ എല്ലാ ദുർഗുണങ്ങളും സമ്മേളിച്ച ഒരു വ്യക്തിയാണ്. പെരുങ്കള്ളം ആരിലാണ് ചെകുത്താൻ ഇറങ്ങുക എന്ന് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. പെരുങ്കള്ളം പടുന്ന തനി പാപിയുമായ വ്യക്തിയിലാണ് ചെകുത്താൻ ഇറങ്ങും. അയാൾ പറയുന്നതൊക്കെ കള്ളമാണ്. അയാൾ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ചായ വിറ്റ് നടന്നു എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പല കാര്യങ്ങളും കള്ളങ്ങളാണ് പറയുന്നത്. ഒരു കൊടുംപാപി. അപ്പോൾ ഗുജറാത്ത് കലാപം എന്നിട്ട് ഒരുപാട് പേരെ ചുട്ടുകൊന്ന കൊടുംപാപം അയാളുടെ ചുമലിലുണ്ട്. അപ്പോൾ ഒരു ചെകുത്താൻ തന്നെയാണ് ചിലപ്പോൾ തോന്നിപ്പോവും. ഈ സമയത്ത് പോലും ഈ ലൈവ് വീഡിയോയിൽ വരെ ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അയാൾ പറഞ്ഞത്. അപ്പം ഒന്നിനും കഴിയാത്തൊരു വ്യക്തിയാണ്. ഒരു സ്വന്തമായിട്ട് ഈ സമരത്തിൽ പോലും സ്വന്തം കാര്യങ്ങൾ പറയാൻ മാത്രം കഴിവില്ല. അതും മറ്റുള്ളവരെ എഴുതി കൊടുക്കണം. അത് വായിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ഇത്രക്കും ശപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ അതിക്രമകാരി ആളുകൾ ഒരിക്കലും നേർവഴിയിലേക്ക് വരില്ല. അവർ കൂടുതൽ വളഞ്ഞ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. അത് അള്ളാഹുവിൻ്റെ തന്ത്രമാണ്. അതാണ് അവർക്കുള്ള യഥാർത്ഥ വഴി. ആ വളഞ്ഞ വഴിയിലൂടെ പോയി ഏറ്റവും വലിയ കുയിൽ പോയി ചാടി. ഏതായാലും CJP പാർട്ടിക്കാരുടെ അടുത്ത പ്രക്ഷോഭം നരേന്ദ്രമോദിക്കും BJP പാർട്ടിക്കും എതിരായി. ബ്രിട്ടീഷുകാരുടെ പ്രേതമാണ് ഇപ്പോൾ BJP. ഭാരതീയ ജനതാ പാർട്ടിയല്ല, ബ്രിട്ടീഷ് ജനതാ പാർട്ടിയാണിത്. അപ്പോൾ എല്ലാ തിന്മകളും ബ്രിട്ടീഷുകാർ ചെയ്ത് തന്നെ ഇപ്പോഴും ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഹിന്ദുവിനും മുസ്ലിമും തമ്മിൽ തെറ്റിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതുതന്നെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഇത്രയും ദ്രോഹം ചെയ്യുന്ന BJPയെയും മോദിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വേഗം താഴെ ഇറക്കുമാറാകട്ടെ. നല്ലൊരു ഭരണാധികാരിയുടെ കീഴിൽ ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.